അങ്കമാലി മാങ്ങാക്കറിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാളൻ്റെ പകുതിയാണ്. ഇനി ഞാൻ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം ഇഞ്ചി കൂടി ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടുതലായിട്ട് ഇടരുത്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറി കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്യുന്നത്. അല്പം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ്. ഞാനിവിടെ 1.5 ടീസ്പൂണ് വിനാഗിരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കറീൻ്റെ ടേസ്റ്റ് മാറും. ഇനി നമുക്കിതെല്ലാം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സിങ് ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാലേ ഇത് നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഇങ്ങനെ ഉള്ളിയൊക്കെ മിക്സ് ചെയ്തിട്ട് കുഴഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഞാനിതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2ാം പാലാണ്. ഇനി ഇതും നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിലേക്ക് മാറ്റാം. ഇതൊരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ നമ്മളുടെ സവാളയൊക്കെ നല്ല രീതിക്ക് തന്നെ വാടി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ മാങ്ങാ കഷ്ണത്തിൻ്റെ തൊലി ചെറിയ രീതിക്കൊന്ന് കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ മാങ്ങക്ക് തൊലി കളയണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊലി കളയാതെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ രീതിക്കൊന്ന് തൊലി ചെത്തി കൊടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല മാങ്ങയാണ്, അതുകൊണ്ടാണ്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് മാങ്ങ വേവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല രീതിക്ക് വെന്തുടയരുത്. അങ്ങനെ മാങ്ങാ കഷ്ണങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ വേവായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ 1ാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ മാങ്ങാക്കറി ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നല്ല രീതിക്ക് തന്നെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളകും കൂടിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ മൂത്ത് വന്നിട്ടുള്ള വറ്റൽമുളകും കടുകെല്ലാം നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.